കേരളത്തിൽ സുനാമി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഒരുപക്ഷെ പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ പല ചർച്ചകളിലും നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും ഇത്. 2004 ആ ഒരു കറുത്തിരുണ്ട ദിവസത്തിന് ശേഷം സുനാമി എന്ന വാക്ക് കേരളക്കാരുടെ മനസ്സിൽ എന്നും ഒരു ഭയം തന്നെയാണ്. ഇന്നും വലിയ തിരമാലകൾ കാണുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ വരാൻ പോകുന്നത് ഒരു വലിയ സുനാമിയാണോ എന്ന് നമ്മളിൽ പലരും ഭയക്കാറുണ്ട്. നമ്മൾ ഇന്ന് ഈ ഒരു ചോദ്യത്തിന് ശാസ്ത്രീയമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ പോവുകയാണ്. കേരളം ഒരു സുനാമി സാധ്യത മേഖലയാണോ? ഭാവിയിൽ ഒരു സുനാമിക്ക് സാധ്യതയുണ്ടോ? നമ്മുടെ സംസ്ഥാനം ഇതിനെല്ലാം സജ്ജമാണോ? നമുക്ക് വിശദമായി തന്നെ നോക്കാം. 2004 ഡിസംബർ 26 ഒരു ഞായറാഴ്ച ദിവസം ഇന്തോനേഷ്യയിലെ സുമാത്രയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വലിയൊരു രാക്ഷസ തിരമാലയ്ക്ക് ജന്മം നൽകി. ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ ആ സുനാമി തിരകൾ കേരളത്തിന്റെ തീരത്തുമെത്തി. ആലപ്പുഴ, കൊല്ലം ജില്ലകളിലായിരുന്നു ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നത്. കേരളത്തിൽ മാത്രം ഈ ദുരന്തത്തിൽ 236 ജീവനുകൾ നഷ്ടമായി. ആയിരക്കണക്കിന് വീടുകൾ തകർന്നു. ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു. അന്നത്തെ ദിവസം കടൽ 8 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു ദുരന്തം എന്നേക്കുമായി കേരളത്തെ നടുക്കുന്ന ഒരു ഓർമ്മയായി മാറി. അപ്പോൾ എങ്ങനെയാണ് ഒരു സുനാമി ഉണ്ടാകുന്നത്? പ്രധാനമായും കടലിനടിയിൽ സംഭവിക്കുന്ന വലിയ ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഇതൊന്നുമല്ലെങ്കിൽ വലിയ മണ്ണിടിച്ചിലുകളൊക്കെയാണ് സുനാമിക്ക് കാരണമാകുന്നത്. ഭൂകമ്പമാണ് ഏറ്റവും സാധാരണമായ കാരണം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സുമാത്രയുടെ തീരത്തുള്ള സുൻഡ ട്രെഞ്ച് പോലെയുള്ള പ്രദേശങ്ങളാണ് പ്രധാനമായും ഭൂകമ്പങ്ങൾക്കും അതുവഴി സുനാമിക്കും കാരണമാകുന്നത്. എന്നാൽ ഭൂകമ്പ സാധ്യത വളരെ കൂടുതലുള്ള പസഫിക് റിംഗ് ഓഫ് ഫയർ പോലെയുള്ള പ്രദേശങ്ങളെ പോലെ അത്രയധികം ഭൂകമ്പ സാധ്യതയുള്ള ഒരു പ്രദേശമല്ല നമ്മുടെ കേരളം. പക്ഷേ 2004 ഉണ്ടായതുപോലെ വളരെ അകലെയുള്ള ഒരു ഭൂകമ്പത്തിന് പോലും കേരളത്തിൽ സുനാമി ഉണ്ടാക്കാൻ കഴിയും. കാരണം സുനാമി തരംഗങ്ങൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് മറ്റ് തീരപ്രദേശങ്ങളിലേക്ക് എത്തുവാൻ കഴിവുള്ളവയാണ്. സുനാമി മാത്രമല്ല, മറ്റ് പല പ്രകൃതി ദുരന്തങ്ങൾക്കും സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ് കേരളം. നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതിതീവ്ര വെള്ളപ്പൊക്കങ്ങൾക്കും അതുപോലെ തന്നെ ഉരുൾപൊട്ടലുകൾക്കും അതിതീവ്രമായ മഴക്കുമൊക്കെ നമ്മൾ സാക്ഷികളായവരാണ്. മാത്രമല്ല, തീരപ്രദേശ മേഖലകളിൽ കടലാക്രമണം ഒരു സാധാരണ സംഭവമായി മാറിയിട്ടുമുണ്ട്. കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ ഈ ദുരന്തങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ആഗോളതാപനം മൂലം സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരുന്നത് എറണാകുളം, തൃശൂർ, ആലപ്പുഴ, കോട്ടയം പോലെയുള്ള ജില്ലകൾക്ക്, അതായത് കേരളത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങൾക്ക് വലിയ ഭീഷണിയുമാണ്. ഇതൊക്കെ കടൽക്ഷോഭങ്ങളുടെ ശക്തി വർദ്ധിക്കാനും കാരണമാവുന്നുണ്ട്. എങ്കിലും ഇതൊക്കെ ഒരു സുനാമിയുടെ ആഘാതം പോലെയുള്ള ഒരു ഭീഷണിയല്ല. സോ കേരളത്തിൽ ഭാവിയിൽ ഒരു സുനാമിക്ക് സാധ്യതയുണ്ടോ? ശാസ്ത്രീയമായി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഭൂകമ്പങ്ങൾ എവിടെ എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്കൊരിക്കലും കൃത്യമായി പറയാൻ കഴിയില്ല. എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എപ്പോഴും ഒരു വലിയ സുനാമിക്കുള്ള സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. തിങ്ക് ഹസാർഡ് പോലെയുള്ള സുനാമി മുന്നറിയിപ്പ് ടൂളുകൾ പറയുന്നത് അടുത്ത 50 വർഷത്തിനുള്ളിൽ ഒരു ചെറിയ സുനാമിക്ക് 10% സാധ്യതയുണ്ടെന്നാണ്. എന്നാൽ പോസിറ്റീവായിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2004 ആ ഒരു ദുരന്തത്തിന് ശേഷം ഇന്ത്യയുടെ സുനാമി മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുപാടധികം ഇംപ്രൂവ്മെന്റ് ചെയ്തിട്ടുണ്ട്. സമുദ്രത്തിലെ സെൻസറുകൾ, അതുപോലെ തന്നെ ഉപഗ്രഹങ്ങൾ എന്നിവയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഓരോ ചലനവും ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഒരു സുനാമി സാധ്യത കണ്ടു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകാൻ ഇന്ന് നമുക്ക് കഴിയും. ചുരുക്കി പറഞ്ഞാൽ കേരളം ഒരു സുനാമി സാധ്യതയുള്ള പ്രദേശം തന്നെയാണ്. പക്ഷേ 2004 സംഭവിച്ചതുപോലെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു സുനാമി വരുവാനുള്ള സാധ്യത വളരെ കുറവുമാണ്. സോ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സുനാമിയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ആശങ്കകൾ എന്തൊക്കെയാണെന്ന് താഴെ കമന്റ് ചെയ്യുക.